നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. നമുക്ക് നല്ല നാടൻ വറ്റ കിട്ടിയിട്ടുണ്ട്. ഇത് കായലിലെ വറ്റയാണ്. അപ്പോൾ കായലിലെ വറ്റ വെച്ചിട്ട് നമുക്കൊരു തേങ്ങ അരച്ച മീൻകറി വെക്കാം. മീൻകറി വെക്കുന്നതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 ചുവന്നുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും നമുക്ക് നല്ല ഭംഗിയായിട്ട് മഷി പോലെ അരച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. മൺചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 3-4 ചെറുള്ളി കുനുകുനാന്നരിഞ്ഞത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഇട്ട് ഒരു 1.5 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഒരു 1.5 മിനിറ്റ് സോട്ട് ചെയ്യുമ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറും. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് മിക്സി കഴുകിയ വെള്ളവും കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മിക്സി കഴുകിയ വെള്ളവും നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് കലക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 പച്ചമുളക്, ഒരു 3 കഷ്ണം കുടംപുളി, കുതിർത്ത് വെച്ചിരുന്നേച്ച കുടംപുളിയാണ്. ആ കുതിർത്ത് വെച്ചിരുന്നേച്ച വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വറ്റമീൻ ചേർത്ത് കൊടുക്കാം. മീനൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. മൂടിയൊക്കെ തുറന്നപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് വളരെ ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചാറ് ഒക്കെ ഒന്ന് വറ്റി കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച കറികളിലൊക്കെ അവസാനം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നത് വളരെ രുചികരമാണ്. പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കറിക്ക് നല്ലൊരു വാസനയും നല്ലൊരു രുചിയും കിട്ടുന്നതിന് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.